നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സച്ചിയേട്ടൻ വന്ന ഉടനെ ഈ പെണ്ണ് കയറി സച്ചിയേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതെന്താ അവിടെ സംഭവിക്കണേ? രേവതിക്കൊന്നും മനസ്സിലായില്ല. താനല്ലാതെ സച്ചേട്ടനെ മറ്റൊരു പെണ്ണ് കെട്ടിപ്പിടിക്കുക രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. രേവതിയുടെ ഉള്ളിലെ ആ ഒരു അസൂയൊക്കെ അങ്ങോട്ട് മുളപൊട്ടി. രേവതി ഓർത്തു, എന്നാലും ഇവള് ഇത്ര വൃത്തിയായിട്ടാണോ സച്ചേട്ടനെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കാനായിട്ട്? സച്ചേട്ടനും അതിന് നിന്ന് കൊടുക്കുവാണല്ലോ. രണ്ടുപേരെ അങ്ങോട്ട് പോയി പിടിച്ചു മാറ്റിവിടാൻ രേവതിക്ക് തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രേവതിയുടെ കാലുമേല നിലത്ത് കുത്താൻ പറ്റില്ലല്ലോ. തനിക്ക് കാല് മേലാത്തപ്പോ തന്നെ വേണം സച്ചേട്ടന്റെ ഈ പരിപാടിയൊക്കെ. രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അയ്യോ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി, അത് എന്റെ ഭാര്യ. അതൊക്കെ എനിക്ക് മനസ്സിലായി, രേവതി എന്നല്ലേ പേര്. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. പരിചയപ്പെട്ടോ? അതിന് ഞാനിവളെ പരിചയപ്പെട്ടില്ലല്ലോ. സച്ചിയോട് ചോദിച്ചു, അല്ല നിനക്ക് സുഖമൊക്കെയാണോ? നീ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട്, ഇത്തിരി കളറ് കൂടിയിട്ടുണ്ട്. പിന്നെ ആ പഴയതുപോലൊക്കെ തന്നെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇത്രയും കൂടി ഒരു ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ രേവതിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അല്ല നിനക്ക് എന്തൊക്കെയുണ്ട് ആമി വിശേഷങ്ങൾ? പിന്നെ എനിക്ക് നല്ല വിശേഷങ്ങളല്ലേ. അങ്ങനെ ഇരുന്നപ്പോ തോന്നി നിന്നെയൊക്കെ ഒന്ന് കണ്ടു കളയാന്നു. കുറെ കാലമല്ലേ കണ്ടിട്ട്. നിന്റെ കല്യാണത്തിനോ നീ വിളിച്ചില്ല. എന്താടാ നിന്റെ കല്യാണത്തിന് പോലും നീ വിളിക്കായിരുന്നേ? അത് പിന്നെ എന്റെ കല്യാണം പോലും അപ്രതീക്ഷിതമായിട്ട് നടന്ന, അതൊക്കെ വലിയൊരു കഥയാ, നമുക്ക് പിന്നെ പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയണ ആ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, അയ്യോ ഇതാരാന്ന് മനസ്സിലായോ? ഇത് ആമി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതേ നമ്മുടെ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ റിലേറ്റീവാ. പിന്നെ പോരാഞ്ഞിട്ട് ഞങ്ങൾ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ കൂട്ടുകാരും എന്ന് പറയണം. അതുകൂടെ കേട്ടപ്പം രേവതിക്ക് ഒട്ടും സഹിച്ചില്ല. നീ വാ ആമി എന്ന് പറഞ്ഞോണ്ട് ആമയുടെ കൈയും പിടിച്ച് സച്ചി അങ്ങോട്ട് കയറിപ്പോയി. രേവതിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി. ഇവള് വന്ന ഉടനെ ഇവിടുത്തെ കാര്യസ്ഥ ആവുകയാണോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കുമാണ് അകത്തുനിന്ന് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം രേവതിക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വർഷ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ജ്യൂസായിട്ട് വരുന്ന വർഷയുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് അങ്ങോട്ട് വാങ്ങി ആമി. എന്നിട്ട് പറഞ്ഞു, ഞാനാണെങ്കിലോ ഇപ്പൊ ഓർത്തുള്ളൂ ഒരു ജ്യൂസ് കിട്ടിയാൽ കൊള്ളാലോന്ന്, എന്തൊരു ചൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജ്യൂസ് അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ വർഷ ഞെട്ടലോടുകൂടി നോക്കുവാണ്. വർഷയ്ക്കും അത് ആരാ എന്തായതെന്നൊക്കെ മനസ്സിലായില്ല. അപ്പോഴേക്കും വർഷ പെട്ടെന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്നു. രേവതിയോട് ചോദിച്ചു, ചേച്ചി അതാരാ വന്നിരിക്കുന്നേ? എനിക്കും മനസ്സിലായില്ല. അല്ല സച്ചേണ്ണുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണല്ലോ. സച്ചേണ്ണയ്ക്ക് അറിയാവുന്ന ആളാന്ന് തോന്നല്ലോ. ഏതോ റിലേറ്റീവ് ആന്നാ പറഞ്ഞേ. എനിക്കും കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. റിലേറ്റീവോ? അതെ, നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ ഏതോ റിലേറ്റീവ് ആന്ന് തോന്നേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ്, രേവതിയെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് വർഷ അകത്തേക്ക് കയറി വരുക. ആമിയെ കണ്ടു കഴിഞ്ഞപ്പം സച്ചി പെട്ടെന്ന് രേവതിയുടെ കാര്യം പോലും മറന്നുപോയി. അപ്പൊ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിപ്പോ അവരെ സ്വീകരിക്കണല്ലോ, അതിന്റെ തിരക്കിലായിരുന്നു. രേവതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. അങ്ങനെ അകത്തേക്ക് രേവതിയെ വർഷ തള്ളിക്കൊണ്ട് വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ച, ജ്യൂസ് കുടിക്കാനായിട്ട് ഒരുങ്ങുവാണ് ആമി. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ആമി ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ ഇരിക്കാൻ, ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞു. നീ എങ്ങോട്ടാ പോണേ? ഇവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചു. ആ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. പെട്ടെന്ന് തന്നെ ആമി എന്ത് ചെയ്യണം, കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി ജ്യൂസ് സച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി നീ കുടിച്ചോളാൻ പറയാണ്. അങ്ങനെ സച്ചി അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും രേവതിക്ക് സഹിച്ചില്ല. രേവതി സച്ചിയായിട്ട് അന്നേരം ഒറ്റ വിളി. അപ്പോഴേക്കും സച്ചി തിരിഞ്ഞു നോക്കി, എന്താ കാര്യം? ഇങ്ങോട്ടേക്ക് വരാൻ പറയാ. എന്താ? അല്ല എന്നെ പുറത്തിരുത്തിയിട്ട് സച്ചേട്ടൻ എന്നെ അകത്തേക്ക് കയറിപ്പോന്നേ, വീൽ ചെയർ തള്ളിക്കൊണ്ട് വരുന്ന കാര്യം മറന്നുപോയോ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. രേവതിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ രേവതിയുടെ ആ നോട്ടത്തിൽ നിന്ന് സച്ചിക്ക് എല്ലാം മനസ്സിലായി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എനിക്ക് വേണ്ട ആമി, നീ തന്നെ കുടിച്ചോളാൻ പറയാണ്. രേവതിയുടെ ആ നോട്ടം അത്ര ശരിയല്ലെന്ന് സച്ചിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ ഇതാരാ ആമി മോളോ? പറഞ്ഞ് തീരുവല്ല. രവീന്ദ്രന്റെ കയ്യെ പിടിച്ച് വട്ടം കറക്കി. ആമി, എത്ര നാളായി അങ്കിളെ ഒന്ന് കണ്ടിട്ട്. അങ്കിളിന് പഴയതുപോലെ ഒന്നുമല്ല, ഒട്ടും സ്നേഹമില്ല എന്നോട്. പിന്നല്ലാതെ മോളോട് സ്നേഹമില്ലാതിരിക്കുവോ എന്നൊക്കെ പറയണം. ആ സമയത്ത് വർഷയും രേവതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കണം. അവർക്കൊന്നും മനസ്സിലായില്ല ഇതാരാ, എന്താ, ഏതാ, എങ്ങനെയാന്നൊക്കെ. പിന്നീടാണ് അറിയുന്നത് അതൊക്കെ സച്ചിയുടെ മുറപ്പെണ്ണാണ്. ചെറുപ്പത്തിൽ തൊട്ട് അവര് കൂട്ടുകാരാണ്, കളിച്ചു വളർന്നതെന്നൊക്കെ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പൊ അവള് കുറെ കാലം പുറത്തായിരുന്നു. അപ്പൊ ഇപ്പൊ വന്നതാണ്. ലീവിന് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് സച്ചിയൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നാ. അവള് നാട്ടിലില്ലായിരുന്നോണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇടയ്ക്കൊന്നും വരാതിരുന്നേ.
ഇതെല്ലാം രവീന്ദ്രൻ പറയുമ്പോഴത്തേനും രേവതിയുടെ മുഖമാണ് വല്ലാതായിപ്പോയി. സച്ചിയുമായിട്ടുള്ള അടുപ്പം അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു രേവതിക്ക്. പോരാത്തതിന് സച്ചിയായിട്ട് ഓടിക്കുന്നു, സച്ചിയെ ഇക്കിളിയിടുന്നു. ഇതൊക്കെ രേവതി കണ്ടുകൊണ്ടിരിക്കുമല്ലേ. വർഷ രേവതിയോട് പറഞ്ഞു, രേവതി ചേച്ചി ഇത് പണിയാവും തോന്നുന്നു കേട്ടോ എന്ന് പറയാണ്. ആ സമയം രേവതി പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട്. അല്ല ഈ പെണ്ണെന്ത് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ള പ്രകടനങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടാ എനിക്ക് മുറിയിലേക്കൊന്ന് പോണം എന്ന് പറയണം. അല്ല അതിന് വർഷമുണ്ടല്ലോ, വർഷ കൊണ്ടുപോകില്ലെന്നാ ആമി ചോദിച്ചു. സച്ചിയാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയണം. അതെ ഞാൻ ഇവിടെ നിന്നും കൊണ്ട് മുറിയിലാക്കിയിട്ട് വരാം ആമി, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ വീൽ ചെയർ തള്ളിക്കൊണ്ട് അകത്തേക്ക് പോയി. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, സച്ചേട്ടാ അവൾ ആരാ എന്ന് ചോദിക്കണം. ആഹാ അപ്പം നിനക്ക് അച്ഛൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി, പക്ഷെ സച്ചിയേട്ടൻ്റെ ഈ ഓവർ പ്രകടനം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല അത് പിന്നെ രേവതി ഞാനും അവളൊക്കെ ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചുകൊള്ളുന്ന എന്നും പറഞ്ഞുകൊണ്ട് കാണുമ്പോഴിങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കളിച്ചുകൊടുന്ന എത്ര ആൾക്കാരുണ്ട്, കാണുമ്പോൾ ഒന്ന് ഹായ് പറയും അല്ലെ ഒന്ന് കൈ കൊടുക്കും, അല്ലാതെ കാണുന്ന ഉടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അതെ അവള് വളർന്ന രീതി അങ്ങനെയാണ്. അപ്പൊ അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്ര അടുപ്പത്തിലായിരുന്നു. അടുപ്പെന്ന് പറഞ്ഞാല് അത് പിന്നെ അടുപ്പെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കൊള്ളാം. അല്ല നീ ഒരു കാര്യം ചെയ്യുക, ഇത്ര സമയം ഇരിക്കുമല്ലായിരുന്നോ, നീ ഇച്ചേരം കിടക്ക്. ആഹാ അങ്ങനെ എന്നെ ഇപ്പൊ കിടത്തിയിട്ട് സച്ചേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? അല്ല കുറച്ച് സമയമായില്ലേ ഞാൻ മുറി ഇരിക്കാനായിട്ട്, പുറത്തേക്കൊന്ന് പോവാം. അങ്ങനെ ഇപ്പൊ പുറത്തേക്കൊന്നും പോണ്ട. അതെന്താ, ഇവിടെ ഇരുന്നാ മതി സച്ചേട്ടൻ, തൽക്കാലത്തേ പുറത്തേക്ക് പോണ്ട. അതെ എന്റെ കാലയിലൊക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ട് കുറെ നാളായി. സച്ചേട്ടൻ ഈ നെയിൽ പോളിഷ് ഒന്ന് ഇട്ടാട്ട്. നെയിൽ പോളിഷോ? ഞാനാ പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കാലങ്ങ് നീട്ടി കൊടുക്കുകയാണ്. സച്ചി പറഞ്ഞു, രേവതി കാലിന് നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് പുതിയതിടണം. ഇപ്പൊ എന്താ നിനക്ക് നെയിൽ പോളിഷ് ഇടണമെന്ന് ഇത്ര പൂതി? അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എനിക്ക് ഇടണമെന്ന് തോന്നി, എനിക്ക് ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് സച്ചേട്ടൻ ഇട്ട് തന്നേ മതിയാവുള്ളൂ. സച്ചി രേവതിയെ നോക്കി എന്നിട്ട് ചോദിച്ചു, സത്യം പറ, നീ ഇത് വേണാഞ്ഞിട്ടാണോ അതോ എന്നെ ഈ മുറി പിടിച്ചിരുത്താനാണോ? പിന്നെ ഞാനെന്തിനാ സച്ചേട്ടനെ മുറി പിടിച്ചിരുത്തുന്നേ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, നിന്റെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട്, അതാ ഇങ്ങനെ. രേവതി പറഞ്ഞു, എന്തോ ഒന്ന്? പിന്നെ നിനക്ക് അസൂയല്ലേ ഞാൻ ആമിയായിട്ട് അടുത്ത് ഇടപെടുന്ന കണ്ടിട്ട്? പിന്നെ സച്ചേട്ടൻ ഇപ്പൊ ആ പെണ്ണുമായിട്ട് ഇടപെടുന്ന കണ്ടിട്ട് എനിക്കെന്ന് വെച്ചാൽ പിന്നെ അസൂയല്ലേ? പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? കെട്ടിപ്പിടിച്ചതിനൊക്കെ കുറ്റം പറഞ്ഞേ? അത് പിന്നെ ഏത് ഭാര്യയ്ക്കാ സഹിക്കുന്നേ? ഭാര്യയുടെ മുന്നിൽ വെച്ച വേറൊരു പെണ്ണിനെ ഭർത്താവ് കെട്ടിപ്പിടിക്കുന്നേ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോ എനിക്കതിനകത്ത് വലിയതൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നിന്റെ മുഖം കണ്ട അത് മനസ്സിലാവും, എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് രേവതിയോട് സച്ചി പറഞ്ഞു. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വന്നു. വർഷ വന്നു കഴിഞ്ഞപ്പം സച്ചിയോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ ഗ്യാപ്പില് വർഷ വന്നിട്ട് പറഞ്ഞു, അല്ല എന്ത് പറ്റി രേവതി ചേച്ചി? രേവതി ചേച്ചിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല എന്ന് പറയണ. അല്ല പുതിയ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് രേവതി പറഞ്ഞു, അതെ വന്നിട്ടുണ്ട്, അല്ല അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കണ്ടേ? ആ സമയം രേവതി പറഞ്ഞു, അല്ല അവർക്കറിയാലോ ഇവിടെ നമുക്ക് എനിക്ക് വയ്യാതിരിക്കുക എന്നുള്ള കാര്യം, പിന്നെ നിനക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല, അവര് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ പോയിക്കോളുമായിരിക്കും. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതങ്ങനെ പോകുന്നൊന്നും തോന്നുന്നില്ല. പോകും തോന്നില്ലേ? അതെ അവിടെ അങ്കിളിനോട് പറയുന്ന കേട്ടു കുറച്ചു ദിവസം ഇവിടെ കാണൂന്നോ. ഇവിടെ കാണൂന്നോ? ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാണോ? അതേന്ന് പറയണം. ശ്രീകാന്തൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാ, നല്ല കൂട്ടിലാന്ന് പറയണം. പക്ഷെ സച്ചേട്ടൻ്റെ അത്ര അടുപ്പില്ല കേട്ടോ. സച്ചേട്ടനും ആമി ചേച്ചിയായിരുന്നു ഭയങ്കര കൂട്ടെന്ന് അച്ഛനും പറയുന്നത് കേട്ടോ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയുടെ നെഞ്ചിനകത്തൊരു ഇടുത്തി വിട്ടി. എൻ്റെ ഭഗവാനെ, തൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വന്നവളാണോ ഇവള്? തനിക്കിട്ടുള്ള പണിയാണോ തരാൻ പോകുന്നത്? ഏത് സമയത്താണോ എന്താ കാലൊടിയാൻ തോന്നിയത്? ഒരിടത്തേക്കൊന്ന് പോകണമെങ്കിൽ ആരുടെയും സഹായം വേണം. സച്ചേട്ടൻ പോകുന്ന പുറകെല്ലാം തനിക്ക് പോകാനും പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഹാളിൽ നിന്ന് ഭയങ്കര പൊട്ടിച്ചിരി കിട്ടു, ആമിയുടെ സച്ചിയുടെ ഒക്കെ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയുടെ നിയന്ത്രണം വിട്ടു. രേവതി വർഷയോട് പറഞ്ഞു, വർഷേ എന്നെ ആ ഹാളിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്ന ചോദിച്ചോ. വീൽചെയറും തള്ളിക്കൊണ്ട്. അതിനെന്താ ചേച്ചി എന്ന് പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും ആമയൊക്കെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. രവീന്ദ്രനൊക്കെ ഉണ്ട്. പക്ഷെ ആ കാഴ്ച കണ്ടപ്പോഴത്തേനും രേവതിക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം കുറച്ച് ദിവസം എന്താണേലും ആമി കാണും അവിടെ. ആമി വരുന്നതോട് കൂടിയിട്ട് രേവതിയുടെ സകല നിയന്ത്രണം വിടുവാണ് സച്ചിയുമായിട്ടുള്ള അടുപ്പം കാണുമ്പോൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.